Hi, good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. പ്രേയറിന് റെഡിയാണോ സ്മിത ഓർ അലൈന? പ്രേയറിന് റെഡിയാണോ ആരെങ്കിലും? ഞാൻ prayer പറഞ്ഞതായിരുന്നു ma'am. സാരില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം. വേറെ ആരെങ്കിലും Minute, ready? മിസ് ഞാൻ റെഡിയാണ്. ഒരു മിനിറ്റ്. ഓക്കെ. മ്യൂട്ട് ചെയ്തു സ്മിത. Okay. Hello, Miss. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. God be in my eyes and in my looking. God be in my mouth and in my speaking. God be in my heart and in my thinking. Thank you, God, for everything. Thank you. ഓക്കെ, നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ മരിയ മോണ്ടിസോറി യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലെവിടം വരെ എടുത്തായിരുന്നു? നമ്മൾ ആക്ടിവിറ്റീസ് പറഞ്ഞായിരുന്നു, സെൻസോറിയൽ, അത് ഡിസ്കസ് ചെയ്തില്ലേ? സെൻസോറിയൽ ആക്ടിവിറ്റീസ് 2 സെൻസ് പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? നമുക്ക് മെയിനിൽ എത്ര 5 സെൻസ് ഉണ്ട്. ഏതൊക്കെയാ അത്? തസ്രീഫ, ഏതൊക്കെയാ? ഐസ്, നോസ്, അതെന്താണ്? സെൻസ് ഓർഗൻസ് ആണ് അല്ലേ? സെൻസ് എന്ന് പറയുമ്പോ ഏതാ? Touch, feel, feel, ഓക്കെ, then hear, sight, taste. ഓക്കെ. ഇതിനായോ? എല്ലാം ആയില്ലേ? ഐസ്, സീ, സ്മെല്ല്, സ്മെല്ല്. ഓക്കെ, അഞ്ജനായി. അപ്പൊ എന്താണ്? ഇതാണ് സെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓരോ സെൻസിനെയും ഇംപ്രൂവ് ചെയ്യാത്തത് കൊണ്ടാണ്, ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന, ഇംപ്രൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാത്തത് കൊണ്ടാണ് കുട്ടികളിൽ എന്തായത്? ഫീബിൾ മൈൻഡഡ് ആയതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് സെൻസാ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയായിരുന്നു 2 പറയാവോ ആർക്കെങ്കിലും ഒന്ന്? സൈറ്റ്, അയ്യുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇത് പറഞ്ഞായിരുന്നോ? ഞാൻ നിങ്ങളോട് എഴുതിക്കൊണ്ട് വരണം പറഞ്ഞിരുന്നു അല്ലേ? ആക്ടിവിറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു, റൈറ്റ്? ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. ഏതൊക്കെ ആക്ടിവിറ്റീസ് എഴുതിയിരിക്കുന്നത്? ഐയുടെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ഐയും പിന്നെ വേറെ ഏതായിരുന്നു? കണ്ണിന്റെയും അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? പ്ലീസ് റെസ്പോണ്ട് ചെയ്യൂ. മൂക്കിന്റെ പറഞ്ഞായിരുന്നു. സ്മെല്ല് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ മൂന്നെണ്ണം നിങ്ങളോട് എഴുതിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. സിയ, ഏത് സെൻസ് ആണ്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാ? ഡിസ്കസ് ചെയ്തതാണോ പറയേണ്ടത്? ഐയുടെ അല്ല, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ. നമ്മൾ ബാക്കി 3 എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എഴുതിയിട്ടില്ല, പറയാം. ഓക്കെ, എന്നാൽ പറഞ്ഞോളൂ. അപ്പൊ നമുക്കിനി എന്താണ്? ഹിയറിംഗ്, നമ്മുടെ ഹിയറിന്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയായിരിക്കാം? സിയ ഒരെണ്ണം പറഞ്ഞോളൂ. എന്തെങ്കിലും കുറെ വാക്കുകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറെ വാക്കുകൾ പറയാ. ലൈക്ക് ഇപ്പൊ വീട്ടിലെ ഉപകരണങ്ങൾ, കുട്ടികൾക്ക് അറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഗ്രൂപ്പ് ഓഫ് വാക്കുകൾ, വേർഡ്സ് പറയാം. ഇപ്പൊ വീട്ടിലെ ആണെങ്കിൽ ടേബിള്, കബോർഡ്, അങ്ങനെ ഇത് പറയാ. അതിൽ എന്നിട്ട് ഒരു ഓഡ് വൺ പറയാ.
ഓക്കെ ഓഡ് വൺ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓഡ് വൺ ഏതാന്ന് അവരുടെ അടുത്ത് ശ്രദ്ധിച്ചിട്ട് അത് പറയാൻ പറയാം. ഓക്കെ, വെരി ഗുഡ് സിയ, വെരി ഗുഡ്. ദെൻ ശ്രുതി. ശ്രുതി പറയൂ, മറ്റൊരു ആക്ടിവിറ്റി പറയൂ. എഴുതിയേക്കുന്ന ആർക്ക് വേണമെങ്കിലും പറയാട്ടോ. ഐശ്വര്യ. മ്യൂസിക് കേൾപ്പിക്കാം. ഓക്കെ. ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങള്, വെറൈറ്റീസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് കേൾപ്പിക്കാം. ചെയ്യാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ദെൻ ശില്പ. മിസ്സേ, ഇപ്പം നമ്മൾ ഒരു ലെറ്റർ നമ്മൾ മറ്റേ അന്താക്ഷരി ഒക്കെ കളിക്കില്ലേ, അതേപോലെ ഫസ്റ്റ് ഒരു വേർഡ് പറയാം. ഇപ്പോൾ ഏതെങ്കിലും വേർഡായിട്ട് അത് പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് അടുത്ത ആൾ വേർഡ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ സൗണ്ട് പസിൽ പോലെ നമ്മൾ എന്തിൻ്റെങ്കിലും സൗണ്ട്, ആനിമൽസിൻ്റെ സൗണ്ട് ചെയ്തിട്ട് അത് ആനിമലാണെന്ന് കണ്ടുപിടിക്കും. അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു ആക്ടിവിറ്റി ആണ്. ദെൻ വേറെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും? മാം, അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിളികളുടെ ഒക്കെ സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ കുട്ടികളൊന്ന് കേൾപ്പിക്കാറുണ്ട്. അവർക്ക് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് തോന്നാറുണ്ട്. അതെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിസ്ഥിതിയിൽ കാണുന്ന ഇപ്പൊ കാക്കയുടെ ഒക്കെ സൗണ്ട് കേട്ടാൽ അത് എന്താണ് തിരിച്ചറിയാനായിട്ട് കഴിയണം, വേണ്ടേ? അങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാറുണ്ട്. ഓക്കെ, ദെൻ കുറെ സൗണ്ടുകൾ ഇങ്ങനെ മിക്സ് ആയിട്ട് കൊടുത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് അതിനെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്, ഏതിന്റെ സൗണ്ടാണ് തിരിച്ചറിയാനായിട്ട് പറയാം. സൗണ്ട് ആണെന്ന് കണ്ടെത്താനായിട്ട് പറയാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ക്ലാപ്പ് ചെയ്തിട്ട് നമ്പർ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ എഴുതിയേക്കണത് എല്ലാവരും പറഞ്ഞോളൂ. അനിമൽ സൗണ്ട്. ഓക്കെ, അനിമൽ സൗണ്ട് നമ്മൾ പറഞ്ഞു. അത് ഇനി പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ നമുക്കിനി നെക്സ്റ്റ് സെൻസിലോട്ട് പോകാം. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് സെൻസ് ഏതാ? നമ്മള് സൈറ്റ് പറഞ്ഞു, പിന്നെന്തായിരുന്നു? സ്മെല്ല് പറഞ്ഞായിരുന്നു അല്ലേ? ഇപ്പോ ഹിയറിംഗും പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഏതാ? നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ടേസ്റ്റ് പറയൂ, ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞോളൂ. ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ട് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പറയാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ എല്ലാവരും പറയൂ ഓരോ ആക്ടിവിറ്റി. ഉപ്പും പുളി അങ്ങനെ പല ടേസ്റ്റുകൾ അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോന്ന് ഏതൊക്കെയാണ് തിരിച്ചറിയാനായിട്ട് ആക്ടിവിറ്റി കൊടുക്കാം. ഓക്കെ. ദെൻ അതേപോലെ ബ്ലൈൻഡ് ഫോൾഡ് ആക്കിയിട്ട് എന്താണ്, കണ്ണ് കെട്ടിക്കൊണ്ട് ഇത് ഇത്തരത്തിൽ നമ്മൾ ഉപ്പ് വായിൽ വെച്ചാൽ അത് എന്ത് ടേസ്റ്റ് ആണെന്ന് പറയാനായിട്ട് പറയാം. അതേപോലെ പഞ്ചസാര, ഓരോ ഫ്രൂട്ട്സിന്റെ എന്താണ് ജ്യൂസ് കൊടുത്താൽ അത് ഏത് ഫ്രൂട്ട്സ് ആണെന്ന് പറയാൻ പറയാം. ഏത് ജ്യൂസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. അത്തരത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? പറയൂ, വേഗം വേഗം പറയൂ. ആരോ ഈ ആക്ടിവിറ്റി എഴുതിയില്ല, ചെയ്തില്ല? ഓക്കെ, ലാസ്റ്റ് വൺ പിന്നെ ഏതായിരുന്നു? ഫീൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. ഒരു ടച്ചിന്റെ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പറയൂ. മാം, ഇതുപോലെ സാൻഡ് പേപ്പേഴ്സിൽ നമുക്ക്
നമ്പേഴ്സ് ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ടച്ച് ചെയ്യിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ് ഐശ്വര്യ. ഓക്കെ, ആ രീതി എന്താണ് പിന്നെ ആ ഒരു സെൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. വെരി ഗുഡ്. ദെൻ ഐ ഫോൾഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ഐറ്റംസ് നമുക്ക് ടച്ച് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കാം. അതിന്റെ സൈസ് ആണോ, അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ മാം, ഒരു പേപ്പറിൽ ഹാർഡായിട്ടും റഫായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? കുഞ്ഞിനെ കൊണ്ട് ഓരോന്നും തൊട്ട് ഇത് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് പറയുന്നത് ഹാർഡാണ്. അതൊരു 3-4 വെച്ചിട്ട് അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട്. അതേപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഇതിലൊരു ഗ്രീൻ മറ്റേ യെല്ലോ കോമ്പിനേഷനിൽ ഒരു ഇത് വരുന്നില്ലേ, സ്പോഞ്ച് പോലത്തെ, അതിൽ ആ ഗ്രീന് ഭയങ്കര റഫാണ്, മറ്റു ഭാഗം ഭയങ്കര സ്പോഞ്ച് ടൈപ്പാണ്. അങ്ങനെ തൊട്ട് കൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, വെരി ഗുഡ് ശില്പ. ഓക്കെ, അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്താണ് ഹാർഡ് ആയിട്ടുള്ളതും ആ ഒരു വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ പല ഷേപ്പിലുള്ള സാധനങ്ങൾ ഇപ്പൊ മാത്സ് പോലെ തന്നെ ഇപ്പൊ ട്രയാങ്കിളോ സർക്കിളോ അങ്ങനെ ഷേപ്പിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അതിൽ നിന്ന് അത് ടച്ച് ചെയ്ത് ഏത് ഷേപ്പാന്ന് കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കാം. ഷേപ്പ് ഏതാണെന്ന്. ഓക്കെ, ഷേപ്പ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ദെൻ മിസ് കണ്ണ് കെട്ടി വെച്ചിട്ട് ഓരോ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ഇത് ഏത് ഫ്രൂട്ട്സ് ആണ് ടച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാനായിട്ട്. ഓക്കെ ഓക്കെ, ഫ്രൂട്ട്സ് അതിന്റെ ഷേപ്പ് അല്ലേ. ദെൻ നിങ്ങൾക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഏത് ഫ്രൂട്ട്സ് ആണെന്ന്, ജാക്ക് ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ദെൻ പിന്നെ ഏതാ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ മറ്റേ ചെറിയതായിട്ട് ചൂടുള്ള സാധനം, ചെറിയ ലൈറ്റ് ചൂടുള്ള സാധനം അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ളത് അതൊന്ന് ടച്ച് ചെയ്തിട്ട് എന്താണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ചെയ്തോണ്ടല്ലേ. അതേപോലെ തന്നെ ചൂടിന്റെ ആ ടെമ്പറേച്ചർ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയാം അല്ലെ. പല ടെമ്പറേച്ചറിലുള്ള വാട്ടർ അവിടെ വെച്ചിട്ട് അത് ടച്ച് ചെയ്തുകൊണ്ട് എന്താണ് സോർട്ട് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് പഞ്ഞി മുക്കിയിട്ട് അത് സ്ക്യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവുന്നതും പിന്നെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഹാർഡ് ആവുന്നതും, അപ്പോ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ എനിക്ക് എന്താണ്? അതായത് നമ്മള് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് പഞ്ഞി മുക്കുക, അപ്പോ മുക്കുമ്പോ അത് ഹാർഡ് ആയിരിക്കുമല്ലോ, അതിന് സ്ക്യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയി വരുമല്ലോ. അപ്പോ അത് രണ്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമല്ലോ, സോഫ്റ്റ് ആയിട്ട് ഹാർഡ് ആവുമ്പോൾ. അങ്ങനെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് ഇപ്പൊ. ഓക്കെ കാർത്തിക, വെരി ഗുഡ്. ദെൻ കുഞ്ഞുങ്ങളുടെ കണ്ണ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ബോഡി പാർട്സിനെ ടച്ച് ചെയ്തിട്ട് കണ്ണ്, മൂക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം, പാർട്സ് ഓഫ് ദ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ അതുപോലെ തന്നെ ലീഫ്, നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ പിന്നെ ചെറിയ പാറകൃഷി, അങ്ങനെയൊക്കെയുള്ള സറൗണ്ടിങ്സിലുള്ളത് നമുക്ക് അതുപോലെ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പറയാം. വാട്ടർ, ഇതൊക്കെ അതേപോലെ ധാന്യങ്ങളില്ലേ, കടല, പരിപ്പ്, പയറ്, അതൊക്കെ കൊടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം അല്ലേ. അതെ അതെ. വെരി ഗുഡ് സ്മിത. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? സോ എന്താണ് മോണ്ടിസോറി പറയുന്നത്, ഇത്തരം ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അവരുടെ സെൻസ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അവരെന്താണ് അവർ ആക്റ്റീവ് ആക്കി മാറ്റാൻ കഴിയുമെന്ന് മോണ്ടിസോറി പറയുന്നു. ആ കുട്ടികൾക്ക് മാത്രമല്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെയും എന്താണ് സെൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരം ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മോണ്ടിസോറി കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ്, മരിയ മോണ്ടിസോറി കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഈ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത. സൊസൈറ്റിക്ക് എന്താണ് എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അഡൽറ്റിനെയാണ്. മുതിർന്നവർ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സൊസൈറ്റി കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഓക്കെ, പക്ഷെ മരിയ മോണ്ടിസോറിയുടെ ബിലീഫ് എന്താണ്, അവർ പറയുന്നത് കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവരെടുക്കുന്ന ആ വർഷങ്ങളോളമുള്ള ഹാർഡ് വർക്ക്, പേഷ്യൻസ്, പ്രാക്ടീസ്, അതിന്റെ ഫലമായിട്ടാണ് നല്ലൊരു തലമുറ ഉണ്ടാകുന്നത്, പുതിയൊരു അഡൾട്ട് ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്, കൂടുതൽ കെയർ കൊടുക്കേണ്ടത്, അറ്റൻഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? മോണ്ടിസോറി പറഞ്ഞത് ശരിയാണോ? മരിയ മോണ്ടിസോറി പറഞ്ഞത്
യെസ് മാം. അല്ലെ, കുട്ടികൾക്ക് നമ്മൾ എന്താണ് ആവശ്യത്തിനുള്ള കെയറും എന്താണ് അറ്റൻഷനും കൊടുത്തിരിക്കണം. നല്ല രീതിയിൽ വളരുന്ന ഒരു കുട്ടിയാണ്, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ പൗരന്മാരായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണ് കൂടുതൽ കെയറും ഫോക്കസും നൽകേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം മോണ്ടിസോറി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കി വളർത്തേണ്ടത് വളരെ എന്താണ് സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനാക്കി പ്രാപ്തരാക്കേണ്ടത് എന്താണ് പാരന്റ്സിന്റെ അതേപോലെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നൽകാം? അവർക്കൊരു സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന്, ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയായിരിക്കാം? ചെറുപ്പത്തിലെ കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ വളർത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ചെറുപ്പത്തിലെ സ്വയം കാര്യങ്ങള്, ചെറിയ ചെറിയ ഡ്യൂട്ടീസ് ആയിരിക്കാം കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ കൊടുക്കാം? ഏതൊക്കെയാണ്? മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുക, കിട്ടുന്ന ചാൻസിനെല്ലാം ഉപയോഗിക്കുക. ഓക്കെ, then അതിലുപരി ചെറിയ ചെറിയ ഐശ്വര്യ പറയൂ. ബ്രേക്ക് ആവുന്നില്ല, ക്ലിയർ ആവുന്നില്ല. എന്തോ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, ഗ്ലാസ് എല്ലാം നമ്മൾ കൊണ്ടുവയ്ക്കാൻ പറയാം. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പിന്നെ ആക്ടിവിറ്റീസ് ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്നാക്സ് ബാഗിലെടുത്ത് വെക്കാൻ പറയാം, വാട്ടർ ബോട്ടില്, അങ്ങനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെ കൊണ്ട് തന്നെ ബാഗിലെടുത്ത് വെക്കാൻ പറയാം. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ആണെങ്കിലും അതേപോലെ യൂണിഫോം വെയർ ചെയ്യാനാണെങ്കിലൊക്കെ എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ബട്ടൺ ചെയ്യാനൊക്കെ പഠിപ്പിക്കാം അല്ലേ? ദെൻ ശില്പ, അവര് കളിച്ചിട്ട് നിരത്തിയിടുന്ന കളിപ്പാട്ടങ്ങള് അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കുക. അത് പ്ലേസ് ചെയ്യാനായിട്ട്, തിരിച്ചെടുത്ത് വെപ്പിക്കാനായിട്ട് എന്താണ് കുട്ടികളോട് തന്നെ പറയാം അല്ലേ? ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? വെള്ളമൊക്കെ ഒരു ബോട്ടില് എപ്പോഴും എടുത്ത് വെച്ചേക്കുക. അവർക്ക് എപ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാലും ആ ബോട്ടില് അല്ലെങ്കിൽ അവരുടെ സ്നാക്സ് ബോക്സ് അത് എടുത്തിട്ട് കഴിച്ചോളാൻ പറയാം. വെള്ളം കുടിക്കാനാണെങ്കിലും ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അതിലെടുത്ത് കുടിച്ചോ. എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് പറയാം. ചെറിയ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ അമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പൊ വെള്ളം വേണമെങ്കിലും തനിയെ എടുത്ത് കുടിക്കാൻ പറ്റും, അവിടെ ബോട്ടിൽ ഉണ്ടായിരിക്കും. പക്ഷെ അവരെപ്പോഴും എന്താണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇത്തരം ചെറിയ ഡ്യൂട്ടീസ് കൊടുക്കാവുന്നതാണ്. ചെറുപ്പത്തിലെ ശീലിപ്പിക്കേണ്ടതാണ് ഇതെല്ലാം അല്ലേ? ഓക്കെ, ദെൻ വെരി ഗുഡ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ തുണികളാണെങ്കിൽ അവരെ കൊണ്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. പിന്നെ അതായത് കറക്റ്റ് സ്ഥാനത്ത് കൊണ്ട് എടുത്തു വെക്കാനും അവരെ കൊണ്ട് ശീലിപ്പിക്കാം. ഡ്രസ് എന്താണ് ഫോൾഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക, അത് തിരിച്ചെടുത്തെടുത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ടും പ്രാക്ടീസ് നൽകുക. ഓക്കെ, ദെൻ അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ പിന്നെ ബിന്നിനകത്ത് ഇടാനായിട്ട് പരിശീലിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു ദിവസം പഠിപ്പിച്ചാൽ, ഒരു ദിവസം പ്രാക്ടീസ് കൊടുത്താൽ ഇതൊരു റൂട്ടീൻ ആയിട്ട് മാറോ, അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറോ കുട്ടികളില്? ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാ? ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാ? നമ്മളത് ചെയ്യുമ്പോഴാണ് അതൊരു കുട്ടിയിലെ റൂട്ടീൻ ആയിട്ട് മാറുന്നത് അല്ലെ? അതൊരു ശീലമായിട്ട് മാറുന്നത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ഇപ്പൊ അവര് ചെറിയ കുട്ടികളാണെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോ ഹാൻഡ്സ് അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അത് പിള്ളേർ സ്ഥിരം കഴുകി വൃത്തിയായിട്ട് വരുന്നതൊക്കെ ഒരു മാനേഴ്സ് പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അതെ അതെ. ഓക്കെ, ദെൻ ഫുഡ് കഴിക്കുമ്പം അത് പുറത്തു പോകാതെ കഴിപ്പിക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കണം. വൃത്തിയായിട്ട് കഴിക്കാനായിട്ട്. ഓക്കെ, ദെൻ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അവരെങ്കിലും മൂത്തവരാണെങ്കിൽ അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മളത് ശീലിപ്പിച്ച് നമ്മളും അത് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ പുറത്തുനിന്ന് ഇത്തിരി പ്രായമുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ട് അത് കണ്ട് ശീലിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കുട്ടികള് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മുതിർന്നവരെന്താണ് ചെയ്യുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ് കുട്ടികൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം അവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കണം അല്ലേ? അവരോട് മാത്രം ഇന്ന ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ?
ഇപ്പൊ അവര് എന്തിങ്ങനെ ശില്പ എന്താണ് അവര് ബ്രഷ് ചെയ്യുക ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നീ ചെയ്ത് ശരിയാവില്ല, ഞാൻ ചെയ്തു തരാം എന്ന് പറയാണ്ടിരിക്കുക. മാക്സിമം അവരെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു പങ്കാളിത്തം കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുക. അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ബ്രഷ് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഡ്രസ്സ് മാറുക, കുളിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരും കൂടെ ഇൻവോൾവ് ആകുക. അതെല്ലാം എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളൊരു വാശി പിടിക്കരുത് പാരന്റ്സ്. കുട്ടികളാണ് അല്ലേ, അവർ ആദ്യം മിസ്റ്റേക്സ് ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്താണ് അത് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പൊ കുട്ടികളാണ്, അവരത് തനിയെ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതിന് പാരന്റ്സും അതേപോലെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അതല്ലേ. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം, തനിയെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴെങ്കിൽ അല്ലേ, ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ എന്താണ് തനിയെ ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസുകൾ ടീച്ചർക്ക് കൊടുക്കാം. പിന്നെ എന്തൊക്കെയായിരിക്കാം, അവര് പിന്നെ ടീച്ചേഴ്സ് വരുമ്പോൾ ചെയ്യാനായിട്ട് അല്ലേ. ദെൻ സ്കൂളിലാണെങ്കിൽ പെൻസിലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കും. വെരി ഗുഡ്. ഷെയറിംഗ് മെന്റാലിറ്റി വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾക്കിടയിൽ അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഐശ്വര്യ പറയുന്നത് ക്ലിയർ ആകുന്നില്ലടാ, ബ്രേക്ക് ആയി പോകുന്നുണ്ട് വോയിസ്. കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് പിന്നെയും ചെയ്യാനായിട്ട് അത് തോന്നും. ഓക്കെ, നമ്മൾ സപ്പോർട്ട് ചെയ്യല, എൻകറേജ് ചെയ്യുക കുട്ടികളെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗ്യാപ്പിൽ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുക, രീതിയിലുള്ള കുട്ടികളോട്. ക്ലിയർ ആവുന്നില്ലടോ, സോ സോറി, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലായായിരുന്നോ? എന്റെ ഇവിടുത്തെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. ക്ലിയർ ആകുന്നുണ്ട് ഐശ്വര്യ പറയുന്നത്? ക്ലിയർ അല്ല. ക്ലിയർ ആവുന്നില്ല, അവിടുത്തെ ആയിരിക്കാം കേട്ടോ. അതെ, ക്ലിയർ ആകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ചില ഫൈൻഡിങ്സ്, ഈ ഒബ്സർവേഷന്റെ ഫലമായി ചില കണ്ടെത്തലുകള് ഓക്കെ ഐശ്വര്യ, മോണ്ടിസോറി എന്താണ് നടത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടെത്തലായിരുന്നു, അവരുടെ ഒബ്സർവേഷൻ ആയിരുന്നു, കുട്ടികൾ എന്താണ് ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കുട്ടികളെ ചൈൽഡ് ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം. മുതിർന്നവരാണെങ്കിലോ, അതായത് ഇപ്പോൾ എൻവിയോൺമെന്റിൽ നിന്നും ആവശ്യമായ കാര്യങ്ങൾ അബ്സോർബ് ചെയ്താണ് കുട്ടി സ്വയം വളരുന്നത് അല്ലെ. അവന്റെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിൽ നിന്നും അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്നത്, ജനിക്കുമ്പോഴേ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ഒരു കുട്ടി വരുന്നത്. അവന്റെ ചുറ്റുപാട് ഒബ്സർവ് ചെയ്ത്, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് ആ രീതിയിലാണ് കുട്ടിയിൽ ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത് അല്ലെ. പക്ഷെ മുതിർന്നവരാണെങ്കിൽ എങ്ങനെയാണ്? അഡൽട്ടിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവർ എൻവയോൺമെന്റിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? കുട്ടിയെ സംബന്ധിച്ച് കുട്ടി എൻവയോൺമെന്റിൽ നിന്നും പല കാര്യങ്ങളും സ്വീകരിച്ചാണ് വളരുന്നത്. പക്ഷെ മുതിർന്ന അഡൽട്ടിനെ സംബന്ധിച്ച് എന്താണ്? അവർക്ക് ഓൾറെഡി ഒരു സെറ്റായി അല്ലെ. അപ്പൊ അവർക്ക് ലഭിച്ച അറിവും നോളജും യൂസ് ചെയ്തുകൊണ്ട് എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് ഇഷ്ടമുള്ള ലക്ഷറി ലൈഫ് വേണമെങ്കിൽ ആ രീതിയിൽ അവരുടെ ചുറ്റുപാട് മാറ്റിയെടുക്കുന്നു അല്ലെ. അപ്പൊ എൻവയോൺമെന്റിനെ മാറ്റുകയാണ് അഡൽട്ട് ചെയ്യുന്നത്. അതേസമയം കുട്ടിയാണെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നും ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുത്ത് അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുകയാണെന്ന് മോണ്ടിസോറി കണ്ടെത്തി. ശരിയാണോ? അങ്ങനെയാണോ? ആ പോയിന്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ അവന്റെ ലക്ഷ്യം എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇംപ്രൂവ് ആകുന്നുണ്ട്? ഇപ്പോ ഒരു വർക്ക് കൊടുത്തു, ഒരു ആക്ടിവിറ്റി കൊടുത്തു, ഏതൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും കുട്ടി എന്താണ്, ഇൻഡയറക്റ്റ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും എന്താണ്, പല കാര്യങ്ങളും ഇന്റേണലി പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ ചിലപ്പോ ഒരു പിങ്ക് ഡവർ സെറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം ചെയ്യുന്നത്, അതിലൂടെ മറ്റു പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവന്റെ ഫോക്കസ് എന്താണ്? ആ ടവർ ബിൽഡ് ചെയ്യുക അല്ലെ, അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ആ ഒരു ഫോക്കസിലാണ് ഒരു കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ആ ഒരൊറ്റ ആക്ടിവിറ്റിയിൽ നിന്ന് പഠിക്കുന്നില്ലേ? എന്തൊക്കെയായിരിക്കാം? പങ്ക്ച്വാലിറ്റി, കറക്റ്റ് അത് സമയത്തിന് ചേർക്കണം. ഒന്നുകൂടി പറയാമോ? ക്ലിയർ ആയില്ല. എന്താണ്? ബുദ്ധിപരമായി അതെ, ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഏത് വരണം, ആ സൈസ് പഠിക്കുന്നുണ്ട് അല്ലേ.
ആദ്യം വലുത് വെക്കണം, അതിന് മുകളിൽ ചെറുത് വെക്കണം, ആ ഒരു ഓർഡർ കുട്ടി എന്താണ് പഠിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ചിലപ്പോ എന്താണ് തെറ്റായിട്ടായിരിക്കാം ചെയ്യുന്നത്, പക്ഷെ ഗ്രാജുവലി അവൻ എന്താണ് ആ ഒരു കപ്പാസിറ്റി, ആ ഒരു അറിവ്, ആ ഒരു നോളജ് നേടിയെടുക്കുന്നുണ്ട് അല്ലെ? സൈസിനെ കുറിച്ചുള്ള ഒരു നോളജ് നേടിയെടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും നേടുന്നുണ്ടോ? പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റ് ആ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും? ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആവുന്നുണ്ട്. വെരി ഗുഡ്. ക്രിയേറ്റിവിറ്റി എന്താണ് ഡെവലപ്പ് ആകുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ ടൈം പിന്നെ മാനേജ്മെന്റ് പേശിച്ചലനം പഠിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ചെയ്യുമ്പോ പേശിച്ചലനങ്ങൾ കൈ കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. കൈയൊക്കെ നമ്മളെ ചലനശേഷികളൊക്കെ വർദ്ധിക്കുകയല്ലേ. ചെറിയ മസിൽസ് ഒക്കെ സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഹോൾഡ് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. കോർഡിനേഷൻ. ഓക്കെ, വെരി ഗുഡ്. കോർഡിനേഷൻ എന്താണ് സ്ട്രോങ് ആകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ടൈം മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ. ചെറിയ പ്രായത്തിൽ അത്രയും ഫോക്കസ്ഡ് അല്ലെങ്കിലും ഓക്കെ, ഒരു രീതിയിൽ എന്താണ് ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? കോൺസെൻട്രേഷൻ കൂടുന്നില്ല കുട്ടിയുടെ? ഫോക്കസ്ഡ് ആവുന്നുണ്ട്. കോൺസെൻട്രേഷൻ എന്താണ് കൂടുന്നത്? ഇത് മനഃപൂർവ്വം ഓക്കെ എന്റെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടണം എന്നുള്ള ഒരു ഐഡിയയിലാണോ ആ കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യുന്നത്? ആണോ? അങ്ങനെയല്ല അല്ലേ? അവന്റെ എയിം എന്ന് പറഞ്ഞാല് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത്തരം കഴിവുകൾ അവനിൽ ഇംപ്രൂവ് ആകുന്നത്. കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്, കോർഡിനേഷൻ കൂടുന്നുണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു? അവന്റെ മസിൽസ് പവർ, സ്ട്രെങ്ത് കൂടുന്നുണ്ട്, ഒരു സാധനത്തിന്റെ സൈസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്, അതേപോലെ കളറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഓക്കെ, ഷേപ്സ്, സൈസ്, ഓക്കെ, ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ധാരണകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരു അഡൽട്ടിന് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ ഒരൊറ്റ ആക്ടിവിറ്റി കൊണ്ട്, ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും ഇത്തരം കഴിവുകൾ വളരുന്നുണ്ട്, അവന് സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ? അവന് വലുതാകുമ്പോൾ നേടേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കഴിവുകൾ നേടിയെടുക്കുന്നുണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ. പക്ഷെ മുതിർന്ന ഒരാളാണെങ്കിലോ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ അവന്റെ ആ വ്യക്തിയുടെ എയിം എന്തായിരിക്കും? ഇപ്പൊ നമുക്കാണ് അത്തരം ഒരു ആക്ടിവിറ്റി തരുന്നതെങ്കിൽ നമ്മുടെ എയിം എന്താണ്, എന്തായിരിക്കാം? അത് കംപ്ലീറ്റ് ചെയ്യണ എത്രയും വെരി ഗുഡ്. എന്താണ് അതിന്റെ റിസൾട്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? മുതിർന്നവരാണ് റിസൾട്ട് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവും. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഇന്ന ടൈമിനുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നും. ക്രിയേറ്റീവ് ആയിട്ട്. ഓക്കെ, ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് എന്താണ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതിന്റെ റിസൾട്ട് എങ്ങനെ വന്നാലും അവനത് ബോധേഡ് അല്ല അല്ലേ? അത് കംപ്ലീറ്റ് ചെയ്യണം. ടീച്ചർ തന്നിരിക്കുന്ന ടാസ്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ മുതിർന്നവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടിലാണ്. എന്റെ റിസൾട്ട് എന്താണ് പെർഫെക്റ്റ് ആയിരിക്കണം, അതിനൊരു മസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കണം. ആ ഒരു ഐഡിയയിലാണ്, ഒരു കോൺസെപ്റ്റിലാണ് ഒരു ആക്ടിവിറ്റി ഏതൊരു കാര്യമാണെങ്കിലും മുതിർന്നവർ ചെയ്യുന്നത് അല്ലേ? ദെൻ എഫേർട്ട്, മാക്സിമം എഫേർട്ടിന്റെ കാര്യം പറയുന്നു. കുട്ടികൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് ഇപ്പൊ ഒരു ആക്ടിവിറ്റി കൊടുത്തു, പിങ്ക് ഡെവർ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും എഫേർട്ട് ഇടുന്നത് ഏത് രീതിയിലാണ്? അവരെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫേർട്ട് അവർ ഇടും അല്ലേ? എങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ എഫേർട്ട് ഇടുന്നത്? അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ, ഓക്കെ, ക്ലിയർ ആണോ? കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ റെഡി ആയിരിക്കും. ക്ലിയർ ആണോ? അത് മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് കുട്ടികൾ റെഡി ആയിരിക്കും, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, സോ ഇതെന്താണ് ഇങ്ങനെ സ്വയം ചെയ്യുന്നത് കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പലതരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുട്ടിയെ പ്രാപ്തനാക്കുന്നുണ്ട്. അപ്പൊ മുതിർന്നവർ അതിനിടയിൽ കയറുന്നതാണ്, സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എന്താണ് മോണ്ടിസോറി പറയുന്നത്. അത് അവരുടെ ഡെവലപ്മെന്റിനെ തടയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ മുതിർന്നവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നത് എന്താണ് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഒരു വസ്തുതയാണെന്ന് മോണ്ടിസോറി പറയുന്നു. ക്ലിയർ ആണോ അത്? ഇനി
വിചാരിക്കാം ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു റൂമിലിരിക്കുകയാണ് ആ കുട്ടിക്ക് എന്താണ് ഒരു പിങ്ക് ഡവർ കൊടുത്തേക്കാണ്, കുറെ ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സുകൾ കൊടുത്തേക്കാണ്. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ ആ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനായിട്ട് ചാൻസസ് ഉണ്ട്? എന്തൊക്കെ കാണാം അവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ സാധ്യതകളുണ്ട്? ടവർ ഉണ്ടാവും, ആ പറയൂ. ബ്ലോക്ക് വെച്ച് ടവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ആ, ഒരു ടവർ ട്രെയിൻ പോലെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെഹിക്കിൾ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവന്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്താണ്, ചിലപ്പോ ടവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദെൻ ഒരു ചാൻസ് ആണത്. ഇനി മറ്റൊരു പോസിബിലിറ്റി എന്താകാം? വെഹിക്കിൾ ഉണ്ടാക്കും. ഓക്കെ, അറേഞ്ച് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, എവിടെയെങ്കിലും വലിച്ചു വാരി ഇറങ്ങിയിട്ടുണ്ടാവും. വെരി ഗുഡ്. എന്താണ് നമ്മൾ കൊടുത്തത്? പല കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ടാകാം അല്ലേ? വെരി ഗുഡ്. ദെൻ ഇനി വേറെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? കളേഴ്സ് ഒക്കെ മാറ്റി മാറ്റി ഓരോന്നും ഓരോ കളേഴ്സ് ആയിട്ട് മാറ്റി വെക്കുന്നത് ചിലപ്പോ കാണാം. ഓക്കെ. ദെൻ റൂമിൽ മൊത്തം വാരി വലിച്ചിട്ടേക്കുന്നത് കാണാം. ചിലപ്പോ കൊടുത്തിരിക്കുന്ന സാധനം അവിടെ തന്നെ ഇരിക്കുന്നതായിട്ടും കാണാം. അനങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലാണ് അവർ അതിന് എഫേർട്ട് ഇടുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഓക്കെ, അവർക്ക് എന്താണ്, നമ്മൾ ഇപ്പൊ മുതിർന്നവർക്കാണ് ആ സാധനം കൊടുക്കുന്നത്, എന്തായിരിക്കും അവസ്ഥ? ഒരു അഡൽറ്റിനാണ് ആ സാധനം കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സിന് ശേഷം ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ നമുക്കാണ് തരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന ടൈമിനുള്ളിൽ സമയത്തിന് മുന്നേ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരിക്കും നമ്മുടെ മനസ്സിലല്ലേ? മുതിർന്നവരെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കും. അവർ ആ റിസൾട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികളാണെങ്കിൽ എന്താണ്, അവർ ആ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അവർക്ക് എപ്പോഴാണോ ഇഷ്ടം, എപ്പോഴാണ് ഇൻട്രസ്റ്റ് വരുന്നത്, ആ ടൈമിലായിരിക്കും അവർ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെയ്തില്ല എന്നും വരാം അല്ലെ? ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നും വരാം. ഓക്കെ, അങ്ങനെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിൽ അവർ കണ്ടെത്തിയത്. ക്ലിയർ ആണോ? സോ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇനി ആരാണ്? സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നോ? എന്തായിരുന്നു ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നത്? സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, സിയ റെഡി ആണോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയ, വേറെ ആരായിരുന്നു? സിജി അല്ലേ പറഞ്ഞത്? സിജി ആണോ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞേ? സിജി കയറിയിട്ടില്ല എന്ന്? ഓക്കെ, ആരെങ്കിലും റെഡി ആണോ സ്റ്റോറി ടെല്ലിങ്ങിന്? പേര് പറയൂ. ഐശ്വര്യ റെഡിയാണോ? ഐശ്വര്യ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. റേഞ്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം. Okay, ma'am. The Fox and the Crow. Once upon a time, there was a crow. He had a piece of meat. A hungry fox came here. His mouth watered when he saw the piece of meat. He thought of a plan to get it. He praised the voice of Crow. The fox set him to sing a song. When the crow opened his mouth to sing, the piece of meat fell down. The fox ate it and went away. Moral of the story: beware of flatter. ഓക്കെ ഐശ്വര്യ, വീഡിയോ ഓൺ ആക്കാത്തോണ്ട് എന്താണ് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തായിരുന്നോ? കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് വഴിയാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് സ്റ്റോറി ടെല്ലിംഗ് പ്രാക്ടീസ് ചെയ്യാം. പിക്ചേഴ്സ് ക്രോ ക്ലിയർ ആവുന്നില്ലടേ, ഇപ്പോ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഐശ്വര്യ, എനിവേ ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും റെഡി ആണോ? വിനീത ചെയ്തായിരുന്നു? വിനീത
മിസ് ചെയ്തില്ലായിരുന്നേ. എനിക്കിപ്പോ ഇച്ചിരി പനിയൊക്കെ ഉണ്ടാവുന്നു. എനിക്കിപ്പൊ പറ്റത്തില്ല. ഇടയ്ക്ക് ദിവസം ഞാൻ ചെയ്തോ. ഓക്കെ. ദെൻ അഞ്ജലി ഉണ്ടോ? അഞ്ജലി കേറിയിട്ടുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ. മിസ്സേ ഒരു സ്റ്റോറി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കി വായിച്ചാൽ മതിയോ? നോക്കി വായിക്കുന്നതും നമ്മൾ എന്താണ് ഓക്കെ, ഇന്നത്തെ നമുക്ക് നോക്കി വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരിക. ഓക്കെ. ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതൊന്നും അല്ല, ജസ്റ്റ് ഓക്കെ വായിക്കാം. നമുക്ക് കേൾക്കാം. ഹംഗ്രി കാറ്റർപില്ലർ. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒരു ഹംഗ്രി കാറ്റർപില്ലറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. The light of the moon, a little egg lay on a leaf. One Sunday morning, the warm sun came up and popped. Out of the egg came a tiny and very hungry caterpillar. He started to look for some food. One day, he ate through one apple, but he was still hungry. One Tuesday, he ate through 2 pears, but he was still hungry. One Wednesday, he ate through 3 plums, but he was still hungry too. One Thursday, he ate through 4 strawberries, but he was still hungry. But one Friday, he ate through 5 oranges, but he was still hungry. One Saturday, he ate through 1 piece of chocolate cake, ice cream, cheese, lollipop, 1 sausage, cupcake, and 1 slice of watermelon. That night, he had a stomachache. The next day was Sunday again. The caterpillar ate through 1 nice green leaf, and after that he felt much better. Now he wasn't hungry anymore, and he wasn't a little caterpillar anymore. He was a big, fat caterpillar. He built a small house called a cocoon around himself. He stayed inside for more than 2 weeks. Then he nibbled a hole in the cocoon, pushed his way out, and he was a beautiful butterfly. That's all, ma'am. Thank you. പേരെന്തായിരുന്നടാ? എൻ്റെ പേര് മഹേശ്വരി. മഹേശ്വരി. ഓക്കെ, നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. കുട്ടികൾ എന്താണ് നമുക്ക് വീക്സ് ഒക്കെ പഠിപ്പിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. ഓക്കെ, കുറച്ചുകൂടി നല്ല പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ചില മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട്. സൗണ്ട് മോഡുലേഷൻ ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഒന്ന് കാരണം അത് എഴുതി വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഞാനൊന്ന് നോക്കിയില്ലായിരുന്നു, എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാനിത് മാമിന്റെ അടുത്ത് കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചതാ. ഇനി വേറെ പറയാം, പിന്നെ പറയാം. നമുക്ക് വേറൊരു ദിവസം എന്താണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു. ഞാൻ സ്ഥലം വിട്ടേക്കുവാണ് ഇതിന് മറ്റേ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഓൺ ചെയ്യില്ല എന്ന് പറഞ്ഞത്. വേറെ ആരെങ്കിലും ഉണ്ടോ? മിസ് അജിത. അജിത. ഓക്കെ, സജിത അല്ലേ? ഓക്കെ. Father's advice. Once a man had 2 children. Sorry. Hello.
ഹലോ വീഡിയോ മാം ഓൺ ആക്കാമോ? കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ആക്കാമോ? ഹലോ സജിത, കേൾക്കുന്നില്ല? ഹലോ ഹലോ. എനിവേ കണ്ടിന്യൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. The father's advice. Once a man had two children, a boy and a girl. The boy was very good looking while the girl was ugly. Once the two children were playing together, suddenly they came across something shining. On a closer look, they could see themselves in it. It was a mirror. Both the children looked at the mirror together. The boy found that he was very handsome. He was very happy. The girl found that he was very ugly. This made her angry. She said, I should be beautiful as I am a girl, not you. The children went to their father. On learning the cause of their trouble, the man kissed them and said, my children, don't fight, son. Have good manners to stay handsome. And you, my daughter, have excellent manners so that you may not look ugly. Thank you. സജിത എന്നല്ലേ പേര് പറഞ്ഞത്? സജിതയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നായിരുന്നു, ആണോ? അത്രയ്ക്ക് സ്പീഡിലാണ് പോയിരുന്നത്. ഇത്തിരി സ്പീഡ് കൂടുതലാണ് സംസാരത്തിൽ, ഇത്തിരി സ്പീഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരി സ്പീഡ് കൂടി പോയി. ഓക്കെ, സൗണ്ട് മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിക്കണം. എനിവേ മറ്റൊരു ക്ലാസ്സിൽ എന്താണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും റെഡി ആണോ? ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഇത് സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഇനി? ഞാൻ ചെയ്യാനുണ്ട് മാഡം, റെഡി ആയിട്ടില്ല. റെഡിയാണോ സജന? ഇന്ന് റെഡി ആയില്ല, ഇന്ന് സുഖമില്ല. അത് കാരണം പിന്നെ ഞാൻ അത് കുറച്ച് ദിവസം ലീവ് പറഞ്ഞിട്ട് കേറിയില്ലായിരുന്നു. അപ്പൊ അത് കാരണം ഇന്ന് ആയിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ചെയ്തു. ഓക്കെ, ദെൻ വേറെ ആരായിരുന്നു പറഞ്ഞത്? ശ്രുതിയാണോ? മാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. പേരെന്താ? ഫസ്ന. ഫസ്ന. ഓക്കെ ഫസ്ന. ദെൻ ശ്രുതി? മാം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം മാം. ഓക്കെ, 3 പേരേ ഉള്ളൂ ഇനി ക്ലാസ്സിൽ ചെയ്യാനായിട്ട് സ്റ്റോറി ടെല്ലിംഗ്. ഞാനും ഉണ്ട് മാം. ഇപ്പൊ പ്രിപ്പയർഡ് അല്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ കേട്ടോ മാം. എന്റെ പേര് രമ്യ. മിസ് ഞാനും ചെയ്തിട്ടില്ല. എന്റെ പേര് ഹേമ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം മിസ്. ഇപ്പൊ മോൻ കുറച്ച് വഴക്കിട്ട് മടിയിലിരിക്കുവാണ്, അപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, മെറിൻ. ദീപ ചെയ്യാനുണ്ട് അല്ലേ? ദീപ ഞാൻ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. ദെൻ കാർത്തിക. എന്തോരം പേരാ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാനായിട്ട്? നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുമ്പോ ചെയ്യണോട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചാപ്റ്ററിലോട്ട് പോകാം. നമ്മൾ കുറച്ച് ഫൈൻഡിങ്സ് ഒക്കെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഫൈൻഡിങ്സ്? ഞാനും ആരാണ്? പേരെന്താടാ? നസീഹത്ത് ആണോ? ഓക്കെ, നസീഹത്ത്. ഓക്കെ ഓക്കെ. അപ്പോ മോണ്ടിസോറിയുടെ ചില ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഒബ്സർവേഷൻസ്? ആർക്കെങ്കിലും ഒന്ന് പറയാവോ എന്തൊക്കെയായിരുന്നു അത്? അവര് എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്ത് സ്വന്തമായിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ചുറ്റുപാട് ഒബ്സർവ് ചെയ്തിട്ട്. പിന്നെ അവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, അവരെല്ലാം സ്വന്തമായിട്ട് ഡയറക്റ്റായും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരു ആക്ടിവിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവരുടെ മാക്സിമം എഫേർട്ട് അവർ കൊടുക്കും. അത് അവർ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ മാക്സിമം എഫേർട്ടും കൊടുക്കും. ഓക്കെ, ദെൻ അത്രയല്ലേ മാം ഉണ്ടായിരുന്നുള്ളൂ.
ഒരു അഡൽട്ടിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഒരു അഡൽട്ടിനെയും അതേപോലെ ചൈൽഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ മോണ്ടിസോറിയുടെ മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞത്. ഇതെല്ലാം അവർ ഈ ഒബ്സർവേഷൻസ് എല്ലാം നടത്തിയത് അവരുടെ ഫസ്റ്റ് സ്കൂളിന്റെ പേരെന്തായിരുന്നു? അത് പറഞ്ഞായിരുന്നു നമ്മള്. ഫസ്റ്റ് സ്കൂൾ അവർ സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ ഏതായിരുന്നു? ഈ എല്ലാ ഒബ്സർവേഷൻസും അതേപോലെ എക്സ്പെരിമെന്റും അവർ നടത്തിയത് കസാദി ബാംബിനി എന്ന് പറയുന്ന സ്കൂളിലാണ്. ഓക്കെ, കസാദി ബാംബിനി. അതിന്റെ പേരിന്റെ മീനിങ് ആണ് ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഇൻ 1907 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റലിയിലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സ്കൂളാണ്, ഇമ്പോർട്ടന്റ് ആണ്. കസാദി ബാംബിനി ഏതാണ്? അതിന്റെ മീനിങ് ആണ് ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, 1907 1907 അത് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റലിയിലായിരുന്നു. ഓക്കെ, ആ ഒരു സ്കൂളിന്റെ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഒത്തിരി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ക്ലാസ് റൂമിന്റെ പ്രത്യേകതകള്? മോണ്ടിസോറിയുടെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്താണ് സെൽഫായിട്ട് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് തെറ്റുകളിൽ നിന്നായിരിക്കണം കാര്യങ്ങൾ പഠിക്കേണ്ടത് അല്ലേ. ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആകില്ല, മിസ്റ്റേക്സുകൾ വരാം. അങ്ങനെ സ്വയം അവര് സെൽഫായിട്ട് ഓരോ കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം കുട്ടികൾ ഓരോ നോളജും ഗെയിൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒത്തിരി അപ്പാരറ്റസുകൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എന്താണ് മരിയ മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 എക്സാമ്പിൾ പറയാമോ? ഏതൊക്കെയായിരുന്നു അപ്പാരറ്റസുകൾ? ധാരാളം അപ്പാരറ്റസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 1-2 പറയാവോ? അറിയോ? പിങ്ക് ഡവർ. ഓക്കെ, പിങ്ക് ഡവർ. അതേപോലെ തന്നെ എന്തായിരുന്നു? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, സാൻഡ് പേപ്പർ, എന്താണ് നമ്പേഴ്സ്, നോബ്ഡ് സിലിണ്ടേഴ്സ്, അങ്ങനെ ഒത്തിരി അപ്പാരറ്റസുകൾ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കുട്ടികൾ എന്താണ് സ്വയം അത് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കണമെന്ന എന്താണ് ആ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അപ്പാരറ്റസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ മെത്തേഡ്, ഈ മോണ്ടിസോറി മെത്തേഡ് ലോകത്തുടനീളം എന്താണ് ഫേമസ് ആകുകയും അങ്ങനെ മരിയ മോണ്ടിസോറി അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, പിന്നെ പറയുന്നത് മോണ്ടിസോറി എഴുതിയിട്ടുള്ള കുറച്ച് ബുക്സുകളെ കുറിച്ചാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ ബുക്സുകൾ? ഒന്ന് റീഡ് ചെയ്യാമോ ആർക്കെങ്കിലും? ഡോക്ടർ മരിയ മോണ്ടിസോറി wrote a number of books on education. ഏതൊക്കെയായിരുന്നു? അതാണത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെന്താണ് നിങ്ങൾക്കിപ്പോ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ചിലപ്പോ എക്സാമിന് ചോദിച്ചേക്കാം. ആ ബുക്സുകൾ ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ബുക്ക് എന്താണ്? ദ ഡിസ്കവറി ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്. അതേപോലെ ദ സീക്രട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, ദ മോണ്ടിസോറി മെത്തേഡ്, ദ അഡ്വാൻസ്ഡ് മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവരുടെ കുറച്ച് ബുക്സുകൾ, വർക്ക്സുകൾ. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ കസാദി ബാംബിനി എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ എന്ന് പറയുന്നത്. അവര് ഫസ്റ്റ് ആരായിരുന്നു? ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അതിനുശേഷമാണ് ചില ഇൻസിഡൻസിന്റെ ഒക്കെ ഫലമായിട്ടാണ് അവര് എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അതിനുശേഷം ചില കണ്ടെത്തലുകളൊക്കെ നടത്തി കുട്ടികൾ, ഫീബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവരിലെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്തി അതിനെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനുള്ള എന്താണ് സൊല്യൂഷൻസും അവർ കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവേഷൻസ് എല്ലാം അവരെന്താണ് അവർ എക്സ്പെരിമെന്റ് ചെയ്തത് കസാദി ബാംബിനി എന്ന് പറയുന്ന സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയ കുട്ടികളിലാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്കൂളിന്റെ പേരാണ് കസാദി ബാംബിനി. എവിടെയായിരുന്നു? അതിന്റെ മീനിങ് എന്താണ്? ആ സ്കൂളിന്റെ മീനിങ് എന്തായിരുന്നു? ആ വേർഡിന്റെ മീനിങ് എന്താ? ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ഇൻ വിച്ച് ഇയർ? ഏത് ഇയറിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 1907. ഇറ്റലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ കുറച്ച് ബുക്സിന്റെ അവരുടെ വർക്ക്സിന്റെ കുറച്ച് പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ കസാദി ബാംബിനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ എത്തിയ കുട്ടികളെ അവർ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന്റെ ഫലമായിട്ടുണ്ടായ കണ്ടെത്തലുകൾ, ഡിസ്കവറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് ഫസ്റ്റത്തെ ആണ് മെന്റൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ആ സ്കൂളിൽ അവരെന്താണ് നടത്തിയ ഒബ്സർവേഷന്റെ ഫലമായിട്ട് കണ്ടെത്തിയ ചില കാര്യങ്ങളിലെ ഫസ്റ്റ് വൺ ആണ് മെന്റൽ കോൺസെൻട്രേഷൻ. ഓക്കെ, മെന്റൽ കോൺസെൻട്രേഷൻ.
മരിയ മോണ്ടിസോറി പറയുന്നു ഈവൻ എന്താണ് 3 വയസ്സായ കുട്ടിക്ക് വരെ എന്താണ് ഒരു കാര്യത്തില് ഫോക്കസ്ഡ് ആയിട്ട് അതായത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മരിയ മോണ്ടിസോറി കണ്ടെത്തി. നമ്മുടെയൊക്കെ കോൺസെപ്റ്റ് എന്താണ്? നമ്മളൊക്കെ എന്താ പറയാ 3 വയസ്സുള്ള ഒരു കുട്ടിയെ കുറിച്ച്? ഒരിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത കുട്ടികളെന്നല്ലേ നമ്മൾ പറയാറ് സാധാരണ. അങ്ങനെയാണോ? ഇരുത്തിയായിരിക്കില്ല അങ്ങനെയൊക്കെ പറയാറില്ലേ? ഓക്കെ, പക്ഷെ മരിയ മോണ്ടിസോറി പറയുന്നത് എന്താണ്? 3 വയസ്സായ കുട്ടിക്ക് വരെ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മരിയ മോണ്ടിസോറി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് അവർ കൊടുത്ത ഒരു ഏത് രീതിയിലാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയതെന്ന് ചോദിച്ചാൽ നോബ്ഡ് സിലിണ്ടേഴ്സ്, ഒരു കുട്ടിക്ക് എന്താണ് നോബ്ഡ് സിലിണ്ടേഴ്സ് കൊടുത്തു. അതായത് ഒരു വുഡൻ ബേസ്, അതോടൊപ്പം തന്നെ വുഡൻ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലിണ്ടേഴ്സ് കണ്ടിട്ടില്ലേ? പല സൈസിലുള്ള സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ ആ വുഡൻ ബേസിൽ ഇത് സെറ്റ് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സിലിണ്ടർ എടുക്കുക, അതിന്റെ സൈസ് നോക്കിയിട്ട് വലിപ്പം നോക്കിയിട്ട് ഏത് ഹോളിലാണോ വെക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഹോളിൽ അത് പ്ലേസ് ചെയ്യുക. ഓക്കെ, അതാണ് നോബ്ഡ് സിലിണ്ടർ. ആ ഒരു ആക്ടിവിറ്റി ഒരു കുട്ടിക്ക് കൊടുത്തു. ഓക്കെ, എങ്ങനെയുള്ള ആക്ടിവിറ്റി ആകുമ്പോഴാണ് ആ കുട്ടി അത് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നത്? എങ്ങനെയുള്ള ആക്ടിവിറ്റി ആയിരിക്കണം? ആ കുട്ടിക്ക് അത് താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആയിരിക്കണം, താല്പര്യമുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. അപ്പൊ ഒരു കുട്ടിക്ക് എന്താണ് ഈ നോബ്ഡ് സിലിണ്ടേഴ്സ് കൊടുത്തു. ഓക്കെ, ആ കുട്ടി എന്താണ് അതിൽ കുറെ നേരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ 1-2 എണ്ണം പ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആ കുട്ടി എന്താണ് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരിയ മോണ്ടിസോറി ഇത് കുറെ നേരമായി ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മരിയ മോണ്ടിസോറി തീരുമാനിച്ചു എന്താണ് കുറച്ച് കുട്ടികളോട് ഒരു ഗ്രൂപ്പ് ഓഫ് ബുക്ക് നെയിം നോട്ടിലുണ്ട്. ഉണ്ടടാ, ബുക്ക് നെയിം ഈ PDF ഉണ്ട്, നോട്ടിലുണ്ട്. പേജ് നമ്പർ പറഞ്ഞുതരാം. 3rd പേജ്. ഓക്കെ, 3ാമത്തെ പേജില് ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് എൻഡിലായിട്ട് വരുന്നുണ്ട് ആ ബുക്സ് നെയിം. ഓക്കെ, ക്ലിയർ ആണോ? സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഞാൻ ശ്രദ്ധിച്ചില്ല അത്. എല്ലാവരുടെ കയ്യിലും PDF ഇല്ലേ? ബുക്സ് നെയിം കണ്ടു എവിടെയാണെന്ന്? പേജ് നമ്പർ 3 കേട്ടോ. ഏതൊക്കെയാ ബുക്സ്? ഏതൊക്കെയാ? The discovery of child education for a new world, the secret of education, child training, the child's place and education, reconstruction in education, the Montessori method, the advanced Montessori method, etc. ഓക്കെ, അതേപോലെ മറ്റ് ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റിന്റെ ബുക്സിന്റെ നെയിം തന്നിട്ട് ഇതിൽ മരിയ മോണ്ടിസോറിയുടെ ഏതാണെന്ന് കണ്ടെത്താൻ പറയും. അപ്പൊ നിങ്ങൾ എന്താണ് ഈ പേരുകൾ ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് പഠിച്ചു വെക്കുക. ഇതാണെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ബുക്സിന്റെ നെയിംസ് കണ്ടാൽ അതിൽ നിന്ന് ഇതാണ് മോണ്ടിസോറിയുടെ എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? മെന്റൽ കോൺസെൻട്രേഷൻ ആയിരുന്നു. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റീസ് കൊടുത്തു, ഒരു ആക്ടിവിറ്റി കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു മരിയ മോണ്ടിസോറി മറ്റു കുട്ടികൾ, അവിടെ ഇരിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് ചുറ്റും എന്താണ് സൗണ്ട് ഉണ്ടാക്കി പാട്ടുപാടി നടക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ കുട്ടികൾ വന്നിട്ട് എന്താണ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി അവിടെ നടക്കുകയാണ്. ആ സമയത്തും കുട്ടി എന്ത് ചെയ്തില്ല? ഡിസ്ട്രാക്റ്റഡ് ആയില്ല. അപ്പോൾ ആ കുട്ടി ആ ഒരു ആക്ടിവിറ്റി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ആ ഒരു ചിന്തയിൽ എന്താണ് ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ചുറ്റും എന്താണ് നടക്കുന്നത് ആ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ പലതരത്തിലും മോണ്ടിസോറി അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്, ആ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എന്താണ് അറ്റ്ലീസ്റ്റ് അവൻ അവസാനം ആ കുട്ടി എന്താണ് കംപ്ലീറ്റ് ചെയ്തു. 42 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അത്രയും നേരം ആ കുട്ടി എന്താണ് പേഷ്യൻസ് ആയിട്ട് ക്ഷമയോടുകൂടി പേഷ്യന്റോടുകൂടി എന്താണ് ആ ഒരു ആക്ടിവിറ്റിക്കുള്ള എഫേർട്ട് അവൻ ഇട്ടുകൊണ്ടേയിരുന്നു. ഫൈനലി അവൻ എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് മോണ്ടിസോറി കണ്ടെത്തിയത് എന്താണ്? കുട്ടികൾക്ക് ഈവൻ 3 വയസ്സായിട്ടുള്ള കുട്ടിക്കാണെങ്കിലും ഒരു കാര്യത്തില് എന്താണ് കോൺസെൻട്രേഷനോട് കൂടി ദീർഘനേരം ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. ക്ലിയർ ആണോ? ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ ലവ് ഓഫ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ ലവ് ഓഫ് റിപ്പീറ്റേഷനിൽ എന്താണ് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ആണെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കും എന്ന് മോണ്ടിസോറി കണ്ടെത്തി. അതേപോലെ ലവ് ഓഫ് ഓർഡർ, എന്താണ് എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ ഒരു അടുക്കും ചിട്ടയും ആഗ്രഹിക്കുന്നവരാണ് കുട്ടികൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അവരുടെ ടോയ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. നമ്മൾ ചെന്നിട്ട് ആ രീതിയിലല്ല ഇന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മതിച്ചു തരുമോ?
സമ്മതിക്കാറുണ്ടോ കുട്ടികള്? അവർക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു ചിലപ്പോൾ മേ ബി തെറ്റായിരിക്കാം, അവരുടെ ഡിസിഷൻസ് അവരെടുക്കുന്ന ആ ഒരു രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ എന്നാലും എന്താണ് അവർക്ക് അവരുടേതായ ഒരു ഓർഗനൈസേഷൻ സ്റ്റൈൽ ഉണ്ട്, ആ രീതിയിൽ മാത്രമേ അവർ ഫോളോ ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ലവ് ഓഫ് ഓർഡർ പറയുന്നുണ്ട്, അതേപോലെ ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടതാണെന്ന് മരിയ മോണ്ടിസോറി കണ്ടെത്തി. അതേപോലെ തന്നെ ലവ് ഓഫ് വർക്ക്, ജോലി ചെയ്യാനുള്ള താല്പര്യമുള്ളവരാണ് കുട്ടികൾ. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതിന് എത്ര ടൈം വേണമെങ്കിലും എഫേർട്ട് ഇടാനായിട്ട് കുട്ടികൾ റെഡി ആയിരിക്കുമെന്ന് മോണ്ടിസോറി കണ്ടെത്തി. പിന്നെ പറയുന്നതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്താണ് മോണ്ടിസോറി പറയുന്നത്, റിവാർഡോ പണിഷ്മെന്റോ കൊടുക്കേണ്ടതില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കുട്ടികൾ എന്താണ് ഒരു സമ്മാനം കൊടുത്തോ അല്ലെങ്കിൽ എന്താണ് ശിക്ഷിച്ചോ അത് ചെയ്യിപ്പിക്കേണ്ടതില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അവനൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാ ചെയ്യുന്നത്? എങ്ങനെയുള്ള കാര്യമായിരിക്കും ചെയ്യുന്നത്? അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അവൻ മസ്റ്റ് ആയിട്ടും എന്താണ് റിവാർഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പണിഷ് ചെയ്യേണ്ടയോ ആവശ്യമില്ല, അവനത് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ദ ലവേഴ്സ് ഓഫ് സൈലൻസ്, പിന്നെ പറയുന്നു കുട്ടികൾക്ക് എന്താണ് സൈലൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക്സുകൾ എന്താണ് കുട്ടികളുടെ സ്വഭാവ സവിശേഷതകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ക്ലിയർ ആണോ? യെസ് മാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു ഗുഡ് മാം. നൈറ്റ് മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.